എൻ്റെ കൊച്ചുമോനാണ് അശ്വിൻ. അവൻ്റെ ആശാനും അപ്പനും ഞാൻ തന്നെയാണ്. അവനൊരു ആഗ്രഹമുണ്ട്, അവൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ ആദ്യമായി അവന് ടീച്ചറെ വീഡിയോയിലേക്ക് വരുത്തുക എന്നുള്ളത്. അതവൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് അശ്വിൻ ടീച്ചർ ക്ഷണിക്കുക. ഇന്നിവിടെ നിന്ന് യാത്രയാകുന്ന മീന ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഞാൻ വിരമിക്കുന്നു. മനോഹര കേടി ടീച്ചർക്ക് മാജിക്കിലൂടെ ഒരു ആദരവ് കൊടുത്തിരിക്കുകയാണ്. അശ്വിൻ, നിറഞ്ഞൊരു കൈയടി. നമുക്കിപ്പോൾ പണ്ടത്തെ കാലത്താണെങ്കിൽ കുഞ്ഞു കുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ ഒന്നെങ്കിൽ അമ്മീന് കൊടുക്കും, ഇല്ലെങ്കിൽ അപ്പം ഭക്ഷണം കൊടുക്കലേ താരാട്ട് പാടും. പക്ഷേ ഇന്ന് അതൊന്നും പോരെ കുട്ടികൾക്ക്. കാരണം മാക്സിമം ഒരു 4 മാസം പ്രായം കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് മൊബൈൽ മാത്രം മതി. അതും ആൻഡ്രോയിഡ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല, കീപാഡ് അവർക്ക് ഇഷ്ടമല്ല. ടച്ച് ഫോൺ മാത്രമാണ് കുട്ടികൾ ഉപയോഗിക്കുന്നതും നമ്മൾ മാതാപിതാക്കൾ കൊടുക്കുന്നതും അതൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ടച്ച് ഫോണിനേക്കാൾ നല്ലത് കുഞ്ഞു കുട്ടികളെ നമ്മൾ വരുതിക്ക് നിർത്താൻ മധുരം എന്ന ഒരു പരിപാടിയുണ്ട്. മധുരം അറിയാമോ? മിഠായി എന്ന് കേട്ടാൽ ഏത് കുട്ടികളും നമുക്ക് കീഴ്പ്പെടും. അപ്പോൾ ഇനി മുതൽ ആരെങ്കിലും കുട്ടികൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ കൊടുക്കണ്ട, ഇതേപോലെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കുക, ഇതുപോലെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കുക, ഒരു കർച്ചീഫ് എടുക്കുക. ആ കുട്ടി ഒരിക്കലും പിന്നെ കരയില്ല. കാരണം മധുരം കൊടുത്താൽ കുട്ടി കരയാൻ മിഠായി മാത്രം മതി. അവന് പഞ്ചസാര മാത്രം പോരാ. പഞ്ചസാര കൊടുത്താൽ ഇപ്പോൾ കുട്ടി കരയായിരിക്കുമോ? ഇല്ല. അപ്പോൾ മിഠായി വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ് പഞ്ചസാര കരുതുക, ഇതുപോലെ കർച്ചീഫ് എടുക്കുക. മാത്രം പോരാ, ഈ സ്റ്റിക്കും കൂടി വേണം കേട്ടോ, അല്ലാതെ നടക്കില്ല. അപ്പോൾ അശ്വിൻ കാണിച്ചു തരും ബാക്കി കാര്യങ്ങൾ. കുറഞ്ഞ കൈയടി, നല്ലൊരു കേടുവിട്. എല്ലാവർക്കും മിഠായി ഉണ്ട്, ആരും പേടിക്കണ്ട, എല്ലാവർക്കും ഉണ്ട്. മതി അടുത്ത ഐറ്റത്തിലേക്ക് കുട്ടികൾ അവിടെ ഇരിക്കണം. ഇത് നമ്മളെല്ലാവരും ദൈനംദിനം നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന സോഫ്റ്റ് ഡ്രിങ്കാണിത്. മാംഗോയാണ് സോഫ്റ്റ് ഡ്രിങ്കാണിത്. ഇത് കുട്ടികൾക്ക് കൊടുക്കാനും പാടില്ല, നമ്മൾ കഴിക്കാനും പാടില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും 10 രൂപ കൊടുത്ത് നമ്മൾ ഈ സാധനം എപ്പോഴും വാങ്ങി നമ്മുടെ മക്കൾക്ക് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ദോഷം നമ്മൾ പിൽക്കാലത്ത് അറിയുകയുള്ളൂ. കഴിയുമെങ്കിൽ ഇതൊന്നും കുട്ടികൾക്ക് വാങ്ങിച്ച് കൊടുക്കാതിരിക്കുക.
കാരണം ഇതിൻ്റെ ഗുണം ഞാനിപ്പോൾ കാണിച്ചു തരാം അവിടെ വെച്ചു, മറ്റൊന്നുമല്ല കേട്ടോ. നല്ലൊരു കൈ കൊടുത്തേ. ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. ഈ മുൻവശത്ത് നിൽക്കുന്നവർ അന്ന് ഇരുന്ന് സഹകരിക്കണം. പുറകിൽ നിൽക്കുന്നവരുടെ കാഴ്ചയെ അത് മറയ്ക്കുന്നുണ്ട്. ഈ സൈഡ് കിഴക്കുവശത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് ഇരുന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. പിന്നെ ഇദ്ദേഹത്തിന് വേറെ കുഴപ്പമുണ്ട്. കാരണം അത്താഴം ഭക്ഷണം കഴിക്കില്ല. ഏതാണ്ട് ഇപ്പം 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമ്മുടെ കൈവരെ എണ്ണാവുന്ന ദിവസം മാത്രമേ അത്താഴം ഭക്ഷണം കഴിക്കുള്ളൂ ഇപ്പോൾ വരെ. എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കും അറിയില്ല. പുട്ട് കഴിക്കില്ല, ചോറ് കഴിക്കില്ല. പക്ഷേ ഈ പുള്ളിക്ക് വേറെ കുഴപ്പമുണ്ട്. അത്താഴം കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ഇങ്ങനെ പേപ്പർ കട്ടിങ് ഇതൊക്കെ വാരി കഴിക്കുന്ന ഒരു സ്വഭാവം പുള്ളിക്കൊണ്ട് പണ്ട് മുതൽ. അതിപ്പോൾ ഞാൻ കൊടുത്തു, പരസ്യമായിട്ട് അത് കഴിച്ചോളാൻ പറഞ്ഞിരിക്കുകയാണ്. കഴിച്ചോളൂ. എന്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈ. ഇപ്പോൾ എൻ്റെ ശിഷ്യനാണ് അശ്വിൻ, ഞാൻ അപ്പൂപ്പനാണ്. ഇത്രയും പരിപാടി അശ്വിൻ കാണിച്ചിട്ട് എന്തെങ്കിലും ഒരെണ്ണം കാണിക്കാതെ പോകുന്നൊരു മര്യാദയല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ചെറിയൊരു ഐറ്റം, പിള്ളേരുടെ ഐറ്റം, മുതിർന്നവർക്കല്ല കേട്ടോ, പിള്ളേർക്കാണ് കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കുക.
നല്ലൊരു കൈ കൊടുത്തേ. അടുത്ത ഒരു ഐറ്റം കൂടി നടത്തിക്കൊണ്ട് അശ്വിൻ്റെ ഈ പ്രോഗ്രാം ഇന്നോടെ പൂർണ്ണമാകുകയാണ്. കാരണം ഇനിയും അവൻ നല്ലൊരു പരിപാടിക്ക് വേണ്ടി ഈ സ്റ്റേജ് വേദിയിൽ തന്നെ എത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കുക, അവനെ പ്രോത്സാഹിപ്പിക്കുക. തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ ഉണ്ടായിരിക്കും. ഇത് മാത്രമല്ല, ഇവിടെ ശ്രാവൺ ഈ വേദിയിൽ പരിപാടി നടത്തിയതാണ്. എൻ്റെ ചേട്ടൻ ഇപ്രാവശ്യം വരായിരുന്നതാണ്, പക്ഷേ പുള്ളിക്ക് വരാൻ പറ്റിയില്ല, എനിക്ക് സൗകര്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വരായിരുന്നത്. അല്ലെങ്കിൽ ചേട്ടൻ കൂടി നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഒരു പരിപാടിയോട് തന്നെ ഞങ്ങളുടെ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. സഹകരിക്കുക, അനുഗ്രഹിക്കുക. ഞങ്ങൾ പറയുന്നത് ഇതിനെ അപായപ്പെട്ടി എന്നാണ്. ഇതിൽ നിന്ന് മനുഷ്യൻ്റെ ജീവൻ വരെ നഷ്ടപ്പെടാൻ പറ്റിയ സാധനമാണ് ഈ അപായപ്പെട്ടി എന്ന് പറയുന്നത്. എന്നാലോ നമുക്ക് ആവശ്യമുള്ള എന്തും ഇതിൽ നേടാനും പറ്റും. ജീവൻ കൊടുക്കാൻ വരെ കഴിവുള്ള പെട്ടിയാണിത്. ഈ പെട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു കൈ കൊടുത്തേ. പ്രിയമുള്ളവരെ, കേവലം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇത്രയും സമയം അശ്വിനോട് സഹകരിച്ച അശ്വിൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാ മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ പ്രധാന അധ്യാപിക മാത്രമല്ല, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കുട്ടികളുടെ അമ്മ കൂടിയാണ് എന്നെനിക്ക് പറയാനുള്ളത്. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ടീച്ചറിന് ഇനിയുള്ള ദിവസങ്ങൾ എല്ലാം നല്ല ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി. നല്ലൊരു കൈയടി. അശ്വിനെ ഇങ്ങനെ പ്രാപ്തനാക്കിയ അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ